ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ആദർശും അതുപോലെ നയനയും കൂടി കൊച്ചിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ടെക്സ്റ്റൈൽസിൽ വരുന്ന സമയത്ത് കാമുകനെയും വിളിച്ചു വരുത്തി കാമുകനുമായിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് അതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ അനാമിക തമ്പുരാട്ടി. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. ഈ സമയത്ത് അനാമിക തൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറയുവാണ്, നമ്മൾ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞ് എനിക്ക് വില കൂടിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തവണ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞല്ലേ, നീ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇത്തവണ ഞാൻ തന്നെ എടുത്ത് തരാമെന്ന് അനാമിക ചേട്ടനോട് പറയുക. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടി എടുത്ത് സ്റ്റൈലായിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശിന് ഒരു കോള് വന്ന് ആദർശ് ഫോൺ എടുത്ത് തിരിയുന്നത്. ആ തിരിയുന്ന തിരിയലിന് ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ആദർശ് കണ്ടു. ഇത് കണ്ട ആദർശ് അന്തം വിട്ടു പോയിട്ടോ. ആ സമയത്ത് ആദർശ് നയനയും വിളിച്ച് കാട്ടിക്കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കഷ്ടം, ഓണക്കോടി എടുക്കാൻ വന്ന അവളുടെ കാമുകനൊപ്പം എന്നും പറഞ്ഞ് നയന പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനാമികയുടെ കാമുകൻ കണ്ടു അവരെ കണ്ടു. അപ്പോഴത്തേക്കും അനാമികയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് അവർ രണ്ടുപേരും കണ്ടത് കണ്ടപ്പോൾ, എടി കുഴപ്പമാവുമോ എന്ന് ചോദിച്ചു. അപ്പം നീ ഒന്ന് വെറുതെ ഇരിക്കുക, എന്തോന്ന് കുഴപ്പമൊന്നും അനാമിക കൂടെയുള്ള ആളോട് പറയുന്നു. എൻ്റെ ഭർത്താവെന്ന് പറയുന്നവൻ അവളുടെ അനിയത്തിക്കൊപ്പമാണ് ചുറ്റുന്നതെന്നും പിന്നെ നമുക്കെന്തത് പാടില്ലേന്നും അനാമിക ചോദിക്കും. ഈ ഒരു സമയത്ത് ആദർശിന് ഭയങ്കര ദേഷ്യം വന്നു. ആദർശ് ഇങ്ങനെ കലിപ്പ് മൂടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൾക്ക് യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കട്ടെ. ആ സമയത്ത് ആദർശും നയനയും കൂടി ഇവരുടെ അടുത്തേക്ക് ചെന്നു. ഇവളിങ്ങനെ രണ്ടുപേരും തുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക അനാമിക. അപ്പോഴത്തേക്കും ചേട്ടന് പേടിയായി തുടങ്ങി. എൻ്റെ ഫ്രണ്ടാ സ്റ്റെബിൻ, ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് അനാമിക പറയുവാണ് ഇവരോട്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ വീട്ടുകാർക്കൊപ്പമോ നിൻ്റെ ഭർത്താവിനൊപ്പം നിനക്ക് വരാലോ, അങ്ങനെ അല്ലാതെ ഈ കണ്ടോമാർക്കൊപ്പമൊക്കെയാണ് വരേണ്ടതെന്ന് ആദർശ് ചോദിക്കുമ്പം, ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അനാമിക ആദർശിനോട്. എന്നെ പുറത്തൊക്കെ ഇതുപോലെ കൊണ്ടുപോകേണ്ട ആൾക്ക് അതിനുള്ള സമയവും നേരെ ഒന്നുമില്ലല്ലോ. അവൻ ആ നേരത്ത് അവൻ ഇഷ്ടമുള്ളവളുമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയല്ലേ എന്ന് അനാമിക ഇവരുടെ വായടപ്പിക്കാൻ പറയുന്നു. അപ്പോൾ പിന്നെ എന്താ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കണ്ടേന്നും ചോദിച്ചു. അവനോട് പോയി പറഞ്ഞേക്ക് എന്നെ പുറത്ത് കൊണ്ടുപോകാനും ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അപ്പം അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് അവൻ അറിയാമെന്ന് നയനെ അന്നേരം പറഞ്ഞു. അറിയാം, അവൻ അതിൽ യാതൊരു പരാതിയില്ല. കാരണം ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് മാത്രമേ അവനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നീ എന്തിനാ പിന്നെ ഇങ്ങനെ കടിച്ച് തൊങ്ങുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് തിരഞ്ഞെടുത്തൂടെ എന്ന് ചോദിച്ചു ആദർശ് അനാമികയോട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലെന്നും പറഞ്ഞ് അനാമിക തർക്കിക്കുന്നു. ഈ ഫ്രണ്ടും നീയും തമ്മിലുള്ള ചില സീനുകളൊക്കെ ഞങ്ങൾ കണ്ടതാണെന്ന് ആദർശ്. അന്നേരം കണ്ടെങ്കിൽ കണക്കായിപ്പോയെന്ന് ഈ അനാമിക. എന്തായാലും നിങ്ങൾക്കൊപ്പം ചീപ്പല്ല ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പം നീ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞല്ലോ ഒന്ന് ആദർശിനോട്. അപ്പോൾ ഇവനോട് ചൂടാകുമൊന്നും വേണ്ട, ഇവൻ്റെ ദേഹത്ത് കൈവയ്ക്കാനും ശ്രമിക്കേണ്ടെന്ന് അനാമിക പറയുകയാണ്. ഇത് നിങ്ങൾ ആരോട് പോയി പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലയെന്നും അനാമിക ഇവരോട് പറഞ്ഞു. എനിക്കും ഉണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ, ആ ആഗ്രഹങ്ങളും നടത്തിത്തരാനേ എന്നെ കല്യാണം കഴിച്ചവനെ കൊണ്ട് പറ്റുന്നതേ ഇല്ല. ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാനോ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒന്നിനും അവനെ കിട്ടുന്ന പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളാട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിയിൽ സഞ്ചരിക്കുക, അതിന് ഇനി ആരും തടസ്സപ്പെടുത്താനോ കുറ്റം പറയാനോ നിൽക്കണ്ടെന്നും പറഞ്ഞു. നീ വാടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് അനാമിക അങ്ങ് പോയി. ആ സമയത്ത് ഇവൾ എന്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആദർശ് നയനോട് ചോദിക്കുമ്പോൾ, നമ്മൾ എന്ത് പറയാൻ ആദർശേട്ടാ, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ അത്രയും ചീപ്പായിട്ടുള്ളവരെ അവൾ കണ്ടിട്ടില്ല എന്ന്. സത്യങ്ങൾ അറിയാത്തിടത്തോളം കാലം അവളെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ആദർശേട്ടാ പറയൂ, അത് നമ്മൾ കാര്യമാക്കണ്ട എന്ന് ആദർശിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നയന. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങ് പോന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയുടെ കൂട്ടുകാരന് ഭയങ്കര പേടി. അത് അനാമികയോട് ചോദിക്കുകയും ചെയ്തു, ഇത് വല്ല സീനാവോ പ്രശ്നമാവോ എന്ന്. അപ്പോൾ നീ എന്തിനാണ് എങ്ങനെ പേടിക്കുന്നതെന്ന് അനാമിക ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ അവർ കോടീശ്വരന്മാരാ, എന്നെ ഏതെങ്കിലും കള്ളക്കേസ് കുടിക്കാല്ലേ, സംഗതി കുഴയത്തില്ലേ മോളേന്ന് ചോദിച്ചു. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ല നിന്നെ വിളിച്ചതും കൂട്ടിക്കൊണ്ട് വന്നതും ഞാനല്ലേ, പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. അയാളുടെ ചരിത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാലേ അയാളുടെ മുഖത്തേക്ക് ചെളി വാരി എറിയുമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് എന്നിട്ടാണ് നമ്മളെ ചോദ്യം ചെയ്യാൻ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക മോളിങ്ങനെ പറയുന്നു. ഇവരവിടെ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അനാമിക ഈ കാമുകന് പറഞ്ഞു കൊടുക്കണം, ആ നിൽക്കുന്ന ആ പുള്ളിക്കാരനുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് കാമുകയെ ഗർഭിണിയാക്കിയിട്ടുണ്ട്, അവൾക്കുണ്ടായ കൊച്ചാ നിൽക്കുന്നത്, നാണകെട്ട വർഗ്ഗങ്ങൾ, അവൻ എങ്ങനെ പോയാലും കൂടെ നിൽക്കുന്ന ആൾക്ക് കുഴപ്പമില്ല, അവൾക്ക് സ്വത്തും പണവും മതിയെന്നും പറഞ്ഞ് അനാമിക കൂട്ടുകാരനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് കൂട്ടുകാരൻ ഒരു ചിരിയും ചിരിച്ച് ആദർശിനെയും നയനയെയും നോക്കുവാണ്. അപ്പോൾ പറയുന്നവൾ നല്ല യോഗ്യതയുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവൻ ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനക്ക കേട്ടോ. അനക്ക ഇങ്ങനെ
അവിടെ കിടക്കുമ്പോൾ അവിടെ നോക്കുന്ന ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. മോളിങ്ങനെ ഈ ഒരു കിടപ്പ് കിടക്കുമ്പോൾ മോളെ ഇങ്ങനെ കിടത്തിട്ട് ഞാൻ എങ്ങനെ പോണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശും നയനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞുമായിട്ട്. അപ്പോൾ അവർ കയറി വന്നപ്പോഴേക്കും ആഹാ മോള് വന്നോ എന്ന് ചോദിച്ച് ചേച്ചിക്ക് വലിയ സന്തോഷം. അപ്പോൾ ഓമന ചേച്ചിക്ക് പോകണമെങ്കിൽ പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വേണ്ട മോളെ, ഇത്തവണത്തെ ഓണം ഇവിടെ തന്നെ മതിയെന്ന് ആ ചേച്ചി പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ആരെയും വന്നിരിക്കുന്നേ, അമ്മയെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ മോള് അമ്മയ്ക്കുള്ള ഓണക്കോടിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അത് നയനെ അങ്ങ് കൊടുത്തു. അതിനുശേഷം ഓമന ചേച്ചിക്കും കൊടുത്തു. ആ സമയത്ത് ദേ കുഞ്ഞിനെ ഞങ്ങളുടെ മോളെ പോലെ തന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുക കേട്ടോ അനഘയോട്. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം മോൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനഘയുടെ ഒരു ഇതായിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ തൊണ്ടയൊക്കെ ഇടറാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചലിച്ചൊക്കെ തുടങ്ങി. അതറിഞ്ഞ അവ അതിനെ കൊല്ലും ഉറപ്പാണ്. അപ്പോൾ ഇത് കേട്ട് അനഘ കരഞ്ഞു. അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത്, അതെന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് അനഘയോട് ചോദിക്കാം. അപ്പോൾ അത് സന്തോഷം കൊണ്ടാണ് മോളേന്ന് കൂടെ നിൽക്കണ ചേച്ചി അങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്തുമോൾ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അബി ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. വരാറുണ്ട്, പക്ഷേ എന്തൊക്കെയോ മാറ്റമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ കാര്യവും ചോദിച്ചു. അപ്പോൾ ഡോക്ടറാണ് മാറ്റങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ഡോക്ടറുമായിട്ട് സംസാരിക്കാറുണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടെന്ന് ഡോക്ടറും പറഞ്ഞില്ല എന്ന് പറയുവാണ് നമ്മുടെ ആദർശം. ഒന്നിനെക്കുറിച്ചും അമിതമായി ആലോചിക്കേണ്ട, ഞങ്ങളുടെ അടുത്ത് മോള് സുരക്ഷിതയാണെന്നൊക്കെ അനഘയോട് നയന പറയുവാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് അങ്ങ് ഇറങ്ങും കേട്ടോ. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനക്ക വീണ്ടും കരച്ചിലായിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കവറൊക്കെ ആയിട്ട് ചെല്ലും നന്ദുവിനെ കാണാൻ. അനി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, നീ എന്നേരം ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു നന്ദു. എന്താ ശരിയല്ലാത്തത്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നീ ആരെയും ഫയർ ചെയ്യാനൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നീ എന്താ വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇതെൻ്റെ വക ഒരു ഓണക്കോടിയാണെന്നും നീ എപ്പോഴും ഇങ്ങനെ യൂണിഫോമിലും ആണുങ്ങളുടെ വേഷമൊക്കെ ധരിച്ച് നടന്നാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ നാടൻ പെണ്ണാവാനും ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു സാരിയാണ്, തിരുവോണത്തിന് നീ ഇത് ഉടുത്താൽ മതിയെന്നും നന്ദുവിനോട് അനി പറയുമ്പം നന്ദുവിന് ചിരി വന്നു. നന്ദു ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. പെട്ടെന്ന് അയ്യോ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. സാരിയൊക്കെ നീ വാങ്ങിച്ചു കൊടുക്കേണ്ടത് നിൻ്റെ ഭാര്യയ്ക്കാണെന്ന് നന്ദു പറയുമ്പം എനിക്കൊരു ഭാര്യ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്നേ, എൻ്റെ ഭാവിയിലെ ഭാര്യയ്ക്കാണ് ഞാനിപ്പോൾ ഓണക്കോടിയായിട്ട് വന്നതെന്നൊക്കെ അനി ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും ശരിയല്ല കേട്ടോ അനി, എന്തോന്നും ശരിയല്ലാന്ന്, എന്താ ശരിയല്ലാത്തത്, അപ്പം നിന്നെ എനിക്ക് പേടിയായതുകൊണ്ടാണ് നിൻ്റെ പല പ്രവർത്തികളും ഞാൻ എതിർക്കാത്തതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ വരുമെന്ന്, വിളിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കുകയും ചെയ്യും, അതൊക്കെ നടക്കാതെ വന്നാലേ പിന്നെ എനിക്ക് സമനില തെറ്റുമെന്ന് ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര ടെൻഷൻ. എടാ നിൻ്റെ ജ്വല്ലറിയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, സ്വർണത്തിന് തീ പിടിച്ച വിലയാണെങ്കിലും നിൻ്റെ ചേച്ചിയുടെ ഡിസൈൻ ഒടുക്കത്തെ ഡിമാൻഡാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല ആദർശേട്ടൻ എൻ്റെ ബ്രാഞ്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മിടുക്കന്മാരായിട്ടുള്ള സ്റ്റാഫിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി പോയാൽ മതി, അല്ലാതെ എനിക്ക് മല മറിക്കുന്ന പണിയൊന്നും അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എന്നാലും സ്വന്തമായിട്ടൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിക്കുമ്പോഴേ അതിനോട് നീതി പുലർത്തേണ്ട നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനോട് നീതി പുലർത്തണമെങ്കിൽ എൻ്റെ മനസ്സ് ശരിയാകണം നന്ദു, എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം, അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ നീ തന്നെ വിചാരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അനി എനിക്ക് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നീ ഒന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു നന്ദു. ശരി ഞാൻ പോയേക്കാന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പം അതെ ഇതോടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കവറ്. അപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുവന്ന സാരി തിരിച്ച് എൻ്റെ കയ്യിൽ തന്നാൽ നിനക്ക് പിന്നെ അത് വീട്ടിൽ വന്ന് വാങ്ങിക്കേണ്ടി വരും, അപ്പോൾ വാശിയാണോ എന്ന് ചോദിച്ചു. വാശി തന്നെയാണെന്ന് പറഞ്ഞു അനി. അതും പറഞ്ഞു നമ്മുടെ അനി അവിടെ നിന്ന് പോയി. നന്ദു ആണെങ്കിൽ ആ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നോക്കിയിരിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുക നമ്മുടെ അനന്തപുരി തറവാടാട്ടോ. അവിടെ ഇങ്ങനെ ടി വിയിൽ വാർത്ത ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ അതുപോലെ ഇവരുടെ ജ്വല്ലറിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ മൂർത്തി ജ്വല്ലറി ഇവരുടെ കച്ചവടം മുഴുവൻ പിടിച്ചടക്കി, സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണെങ്കിലും ഇവരുടെ അവിടെ ഭയങ്കര കച്ചവടമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയിൽ പറയുന്നതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയൊക്കെ കാണും. അപ്പം നയനമോളുടെ ഡിസൈൻസിനാണ് തിരക്ക് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറഞ്ഞു. അപ്പോൾ അതേന്ന് മുത്തശ്ശനും പറയാം. ഇത്തവണ കോടികളുടെ ലാഭം ജ്വല്ലറിക്ക് കിട്ടും, അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിക്ക് കിട്ടുമ്പോൾ അതിന് നന്ദി പറയേണ്ടത് നയനമോളോടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകിയുടെയും ജലജയുടെയും മുഖം ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറിപ്പോയി. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നന്ദിയുള്ളവർക്കേ നന്ദി പറയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നന്ദി പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ലാത്തവർക്ക് അതിലും വലിയ കുറ്റം കണ്ടുപിടിക്കാനായിരിക്കും ഉഷാർ. ആദർശ് MD ആയതിനു ശേഷം നമ്മൾ തന്നെയാണ് എല്ലാ ഫെസ്റ്റിവൽ സീസണിലും മുന്നിലെത്താറുള്ളത്. എന്നാൽ ആദർശിനൊപ്പം നയന വന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു മുത്തശ്ശൻ. അവൾ ഉറക്കം കളഞ്ഞോ, ഒരുപാട് നേട്ടങ്ങളും
ആദർശിനും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, തിരിച്ച് ആദർശ് അവളോട് ചെയ്തത് എന്താണെന്ന് ജലജ അന്നേരം ചോദിക്കാം. അതിന് നയനമോൾക്ക് എന്തെങ്കിലും പരാതിയോ പരിഭവം ഉള്ളതായിട്ട് നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ആദർശി തെറ്റ് ചെയ്തെന്ന് നിന്നോട് അവൾ പറഞ്ഞോ എന്ന് ചോദിച്ചു. അനന്തപുരം തറവാട്ടിൽ വന്നതുകൊണ്ട് അവൾക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിലേ അവൾ ഒരു ഡിസൈനറും ആവത്തില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാ അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞിങ്ങനെ കുത്തി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും കുറിച്ച് ചിന്തിച്ചാൽ മതി. അവരുടെ സ്വഭാവം മാത്രം നന്നാക്കിയാൽ മതി. നയനയുടെയും ആദർശിനെയും കാര്യം അവർ നോക്കിക്കോളും. നിങ്ങളതിൽ തലയിടാൻ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് നേട്ടം ഉണ്ടായാലും അതിൻ്റെ ഒരു പങ്ക് ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള ചിലർ ആദർശിൻ്റെയും നയനയുടെയും നേട്ടത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുവാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ മുത്തശ്ശൻ എഴുന്നേറ്റിട്ട് നാളെ തിരുവോണമാണ്, ഉത്രാടവും തിരുവോണവും ഒക്കെ സന്തോഷത്തോടു കൂടി വേണം കടന്നു പോകാൻ എന്ന് വെച്ചാൽ ഇത്തരം വില കുറഞ്ഞ സംസാരം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. എല്ലാണ്ണോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ പോലെ ഒരു മരുമകളെ കിട്ടാനേ ഇന്നത്തെ കാലത്ത് പ്രയാസം തന്നെയാണെന്ന് പറഞ്ഞു ദേവയാനി. അപ്പോൾ ഒരു സമയത്ത് ഇതുപോലെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞതെന്ന് ജലജ ദേവയാനിയോട് ചോദിച്ചു. ഇപ്പോഴെങ്ങനെയാണ് ജലജ പറയാതിരിക്കുന്നത്? ഒരു കരളിൻ്റെ കടം ബാക്കിയല്ലേ ചോദിച്ചപ്പോൾ അതെ, കരളിൻ്റെ കടം ബാക്കി തന്നെയാന്ന് ദേവയാനി പറഞ്ഞു. സത്യം പറഞ്ഞാലേ എന്നെ സഹായിക്കേണ്ടത് നിന്റെ മരുമകളായിരുന്നു എന്ന് ദേവയാനി ജാനകിയോട് പറഞ്ഞു. പക്ഷേ അവള് അന്ന് അതിന് തയ്യാറായി മുന്നോട്ട് വരാതിരുന്നപ്പോൾ ഞാൻ വെറുത്തിട്ട് കൂടി എൻ്റെ നയനമോളാണ് എന്നെ സഹായിച്ചത്, ഞാൻ പോലും അറിയാതെയെന്നും ഈ ദേവയാനി ജാനകിയോട് പറയുക കേട്ടോ. എന്നിട്ട് പിന്നെ കൂടുതൽ സംസാരമൊന്നും സംസാരിക്കേണ്ട, അങ്ങനെ സംസാരിച്ചാലേ രണ്ടിനും സ്വയം നാണം കഴിയേണ്ടി വരുമെന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവയാനി അങ്ങ് കയറി പോയപ്പോൾ ഇവളുമാർക്ക് അതങ്ങ് കൊണ്ടു. അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുമല്ലേ. എങ്ങനെയൊക്കെ നോക്കിയാലും ആദർശിന് ഒരുപാട് താഴെ തന്നെ നിന്റെ മോൻ. അതുപോലെ തന്നെ നയനമോളുമായിട്ട് നിന്റെ മരുമോളെ താരതമ്യം ചെയ്യാനും പറ്റില്ല എന്ന് ജാനകിയോടും അമ്മ പറഞ്ഞു. അപ്പോൾ അത് ശരിയാ, കല്യാണത്തിന് മുൻപ് അബിക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ആദർശ് തന്നെയല്ലേ മിടുക്കൻ. അപ്പം നിർത്തിക്കോളാൻ പറഞ്ഞു ജലജയോട് മുത്തശ്ശൻ. ഇങ്ങനെ നീ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയാലേ എനിക്കും ചില കഥകൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും. അത് പറയാത്തത് കൊണ്ടാണ് നീയൊക്കെ ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നും പറഞ്ഞു കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ എടി ജലജയെ, നിന്റെ മോൻ പഴയതുപോലെ ഇപ്പോൾ ആദർശിനെ കുറ്റം പറയാറുണ്ടോ? നിങ്ങൾ മാത്രമുള്ളപ്പോൾ ചിലപ്പോൾ കുറ്റമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഒരു സദസ്സിൽ വെച്ച് ഒരിക്കലും അവൻ പറയില്ല, പറയാൻ അവന് പറ്റില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെങ്ങനെ പറയും? അവനെ എല്ലാ അർത്ഥത്തിലും ആദർശ് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു ജലജ. എൻ്റെ മകൻ കമ്പനിയിലെ വെറും ഒരു ജോലിക്കാരൻ മാത്രമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ ജോലിക്കാരനായിട്ടുണ്ടെങ്കിലേ അത് അവൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വമാണെന്ന് മുത്തശ്ശൻ നേരം പറഞ്ഞു. അത്ര മാത്രം നീ ഇത്ര അറിഞ്ഞാൽ മതി, അല്ലാണ്ട് ഓണമായിട്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുതെന്നും പറഞ്ഞ് ജാനകിയെയും ജലജയെയും അടിച്ചൊരു മൂലക്കിരുത്തിയിട്ട് മുത്തശ്ശൻ അങ്ങ് പോയിട്ടോ. മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞു. ഇതൊന്നും ഇവക്കങ്ങ് ദഹിക്കുന്നില്ല. പല്ലു ഉറുമി പിടിച്ച് ജലജ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടനും നമ്മുടെ കനകയും കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും മുത്തശ്ശിയെയും കാണാനായിട്ട് അവർ രണ്ടുപേരും കൂടെ കയറി വരിക. ചന്തമോളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നയനയും ആദർശം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വന്നത് കണ്ടപ്പോൾ ഇത് ആരൊക്കെ വന്നിരിക്കുന്നേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അങ്ങ് ചെന്നു. ചന്തമോളും മുത്തശ്ശിക്കും ഒപ്പം ഓണം കൂടാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഓണം കൂടലൊക്കെ അങ്ങ് അച്ഛൻ്റെ തറവാട്ടിലല്ലേ മോളേന്ന് നയനെ അന്നേരം ചോദിച്ചു. അപ്പോൾ കൊച്ചു അതേന്നും പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇത് നീ നന്ദുവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. നന്ദു വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിനുള്ള ഓണക്കോടി നന്ദുവിൻ്റെ കയ്യിലും കൊടുത്തു. അപ്പം നന്ദുവിന് ഓണക്കോടിയായിട്ട് ഞങ്ങൾ വന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പം എനിക്ക് ജോലി കിട്ടിയ ശേഷം ആദ്യമായിട്ട് വരുന്ന ഓണമല്ലേ, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഓണക്കോടി വാങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ എനിക്കും ഒരെണ്ണം വാങ്ങിയെന്ന് നന്ദു പറയാം. ഓ, നിനക്ക് ഓണക്കോടിയൊക്കെ നീ വാങ്ങിയോ? അപ്പം ഞങ്ങൾ കൊണ്ടുവന്നത് വേസ്റ്റ് ആയോ എന്ന് നയന ചോദിക്കുമ്പം അതെങ്ങനെ വേസ്റ്റ് ആവുന്നേ? അപ്പം വേസ്റ്റ് തന്നെയാ, കാരണം നന്ദു സാരി ഉടുക്കത്തില്ലല്ലോ, അതുകൊണ്ടേ ജീൻസും ടോപ്പും ഒക്കെ വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഓണമല്ലേ, അത് വേണ്ട, സാരി മതിയെന്ന് ഇവളാ പറഞ്ഞതെന്ന് ആദർശ നേരം പറഞ്ഞു. അപ്പം ഞാനും സാരിയാ വാങ്ങിയേ എന്ന് നമ്മുടെ നന്ദു ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടൊരു അന്തം വിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമോ എന്നുള്ളൊരിതിലാണ്. അപ്പോൾ സാരി അതെന്താ നീ അങ്ങനെ ചെയ്തതെന്ന് നയന ചോദിക്കുമ്പം ഒന്ന് സാരി വാങ്ങിക്കാൻ തോന്നിയെന്ന് പറഞ്ഞു. ഏതായാലും നീ നിൻ്റെ ഓണക്കോടി പിടിക്കാൻ പറഞ്ഞ് നന്ദുവിൻ്റെ കയ്യിലേക്ക് നയനെ കൊടുത്തു. അതിനുശേഷം പിന്നെ മോളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ചന്തുവിനോട് നമ്മുടെ നന്ദു ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിലെ കച്ചവടങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിൻ്റെ ചേച്ചിക്ക് ഇത്തവണ വലിയൊരു ശമ്പളം തന്നെ കിട്ടാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് അക്കൗണ്ടിലേക്ക് വരുമെന്നും പറഞ്ഞു ആദർശ്. അപ്പോൾ അതൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടാൽ മതിയെന്ന് നയന പറയാം. ഓക്കെ, അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അനിയുടെ അവിടെയും നല്ല സെയിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അവൻ അങ്ങോട്ടൊക്കെ വലുതായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം ആദർശ്. പിന്നെ അബിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, അവനെ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് മാത്രമായി പോയി.
അതുകൊണ്ട് ആ ബ്രാഞ്ച് നന്നായിട്ട് പോകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നീ വാ മോളെ എന്ന് പറഞ്ഞ് നയന ഇവരെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സത്യങ്ങളറിയാതെ മോനെ വീടിനകത്തുള്ളവർ വരെ കുറ്റപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അച്ഛാ, എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല. എന്നെ മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്, നയനയൊക്കെയാണ്. അവരെന്നെ മനസ്സിലാക്കുന്നുണ്ട്, എനിക്കത് മതിയെന്ന് പറഞ്ഞു ആദർശ്. അത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് ഡയലോഗായിട്ട് വരുവാണ്. ഞാനും ഇവളൊക്കെ എന്തെങ്കിലും സംസാരിക്കുമോ അതിനൊന്നും വലിയ പ്രാധാന്യം അച്ഛനും അമ്മയും തരുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കള്ളം പറയുന്നവരാണെന്നാണ് നിങ്ങളുടെയൊക്കെ പറച്ചിലൊന്നും ഈ ജലജ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും അത് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറയരുത്, അങ്ങനെയല്ലേ വേണ്ടതെന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. ഞങ്ങൾ വയസ്സായവരാണെന്നും അതുകൊണ്ട് പരമാവധി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറയുന്നതാണ് അതിലും വിഷമമൊന്നും. എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തന്നെയല്ല ഓർക്കില്ലേ എന്ന് മുത്തശ്ശി ജലജയോട് ചോദിച്ചു. ചിന്തിക്കുമായിരുന്നു, ഇവളല്ലായിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ. ഇവള് വാ പോയ കോടാലിയല്ലേ, പറയുന്നത് എന്തായാലും കള്ളം തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ജലജയെ പറ്റി പറഞ്ഞപ്പം അങ്ങനെ കള്ളമൊന്നും അല്ല അച്ഛാ, പല കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറയാതെ ഞങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. ഇവളുടെ കൂടെ കൂടി നിന്റെ സ്വഭാവം മോശമായി തുടങ്ങിയോ എന്ന് ജാനകിയോട് ചോദിച്ചു മുത്തശ്ശൻ. ദേവയാനി നീ അനുസരിച്ചിരുന്ന സമയത്ത് നിനക്ക് നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എന്തായാലും അതൊക്കെ പോയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നയനയും ആദർശം കൂടി എല്ലാവർക്കും ഉള്ള ഓണക്കോടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വരുന്നത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.